നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആകാംക്ഷയോടെ നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകാനായി കാത്തിരിക്കുകയാണ്. അവസാന നിമിഷത്തിൽ പ്രചരണം ശക്തമാവുകയാണ്. പരസ്യ പ്രചരണം നാളെ, അതായത് ചൊവ്വാഴ്ച അവസാനിക്കും. ബുധനാഴ്ച നിശബ്ദ പ്രചരണം, വ്യാഴാഴ്ച ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൊട്ടിക്കലാശത്തിന് ഇത്തവണ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വടകര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുള്ളത്. അതേക്കുറിച്ചാണ് വിവരം നൽകുന്നത്. ആദ്യമായി ഓരോ മുന്നണികൾക്കും വേറെ വേറെ കേന്ദ്രങ്ങളാണ് കൊട്ടിക്കലാശത്തിനായി അനുവദിച്ചിട്ട് നൽകിയിട്ടുള്ളത്. അതിൽ SDPIക്ക് അനുവദിച്ച് നൽകിയ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ഒന്തം ഓവർബ്രിഡ്ജ് പരിസരമാണ് SDPIക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ മുതൽ അശോക തിയേറ്റർ ഭാഗം വരെയാണ് SDPIക്ക് കൊട്ടിക്കലാശത്തിന് അനുവദിച്ച് നൽകിയിട്ടുള്ള സ്ഥലം. ഇത്തരത്തിൽ ഓരോ മുന്നണികൾക്കും വേറെ വേറെ സ്ഥലമാണ് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. കൊട്ടിക്കലാശത്തിനായി UDFന് അനുവദിച്ച് നൽകിയിട്ടുള്ള സ്ഥലം, അതായത് ഇവിടെ അഞ്ചുവിളക്ക് മുതൽ പഴയ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വരെയാണ് UDF പ്രവർത്തകർക്കായി നൽകിയിട്ടുള്ളത്. അതിനുശേഷം പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങുന്ന ഭാഗം മുതൽ എടോടി വരെയാണ് LDFനായി അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അതിനുശേഷം പുതിയ ബസ് സ്റ്റാൻഡ് ശ്രീമണി പരിസരത്ത് നിന്നും ആക്സിസ് ബാങ്ക് വരെയാണ് BJP പ്രവർത്തകർക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. SDPI പ്രവർത്തകർക്ക് ഒന്തം ഓവർബ്രിഡ്ജ് പരിസരത്ത് നിന്നും അശോക തിയേറ്റർ പരിസരം വരെയും, UDF പ്രവർത്തകർക്ക് അഞ്ചുവിളക്ക് ജംഗ്ഷൻ മുതൽ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വരെയും, LDF പ്രവർത്തകർക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം മുതൽ എടോടി വരെയും, BJP പ്രവർത്തകർക്ക് ശ്രീമണി ബാർ പരിസരത്ത് നിന്നും ആക്സിസ് ബാങ്ക് വരെയുമാണ് കൊട്ടിക്കലാശത്തിനായി അനുവദിച്ച് നൽകിയിട്ടുള്ളത്. കൊട്ടിക്കലാശത്തിന് ഓരോ മുന്നണികൾക്കും പ്രത്യേകം സ്ഥലം അനുവദിച്ചതിന് പുറമെ മറ്റു ചില നിർദ്ദേശങ്ങളും കൂടി പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവ ഏതാണെന്ന് നോക്കാം. ഒരു പാർട്ടി നടത്തുന്ന പരിപാടിയിലേക്ക് മറ്റൊരു പാർട്ടി പോകാൻ പാടില്ല. ഒപ്പം ബൈക്കിൽ കൊടികെട്ടി പോകുന്നത് ഒഴിവാക്കണം. മോട്ടോർ വെഹിക്കിൾ നിയമ ലംഘനങ്ങൾക്ക് കർശന നടപടി സ്വീകരിക്കുന്നതായിരിക്കും. മൈക്ക് പെർമിഷൻ ഇല്ലാതെ പരിപാടി നടത്താൻ പാടില്ല. അത്തരത്തിൽ നടത്തിയാൽ വാഹനവും മൈക്ക് സെറ്റും പിടിച്ചെടുക്കുന്നതായിരിക്കും. കൊട്ടിക്കലാശം 7-ാം തീയതി വൈകുന്നേരം 4-ന് തുടങ്ങി 6-ന് അവസാനിപ്പിക്കേണ്ടതാണ്. എല്ലാ മുന്നണികളുടെയും നേതാക്കന്മാർ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുകയും നിയന്ത്രിക്കുകയും വേണം എന്നും കൂടി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ബൈക്ക് റാലി അനുവദിക്കില്ല എന്നൊരു നിർദ്ദേശം കൂടി അറിയിച്ചിട്ടുണ്ട്. വടകര പോലീസ് സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.